ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2024 ബഡ്ജറ്റിലെ മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ സ്റ്റോക്സിനും ഗോൾഡിനും ഒക്കെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പുതിയ ടാക്സസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ പ്രധാന വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റോട് കൂടി നമ്മുടെ ഈ ഒരു സെക്ഷനിൽ, അതായത് സ്റ്റോക്സിൻ്റെ കേസിലായാലും മറ്റുള്ള എല്ലാ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കേസിലായാലും ഒക്കെ ടാക്സ് കുറച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സ്റ്റോക്സിൻ്റെ നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് രണ്ട് കേസിലാണ്. അതായത് നിങ്ങളൊരു സ്റ്റോക്സ് ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും കുറച്ച് ഒരു വർഷത്തിന് താഴെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഒരു വർഷത്തിന് മുകളിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയാം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു ടാക്സിലുള്ള വർധനവും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലുള്ള ഒരു ടാക്സിലുള്ള വർധനവുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ 2024 ബഡ്ജറ്റിൽ ശരിക്ക് മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നിരാശകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ എടുത്തത്. അതായത് രണ്ട് കേസിലും, ഷോർട്ട് ടേം കേസിലും ലോങ് ടേം ഗെയിനും ടാക്സേഷനും രണ്ടും ഇത് കൂട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് വളരെ വലിയൊരു പ്രതിഷേധം ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡീറ്റെയിൽ എത്ര ടാക്സ് കൂട്ടിയെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാലം 2023 ഈ ഒരു ബഡ്ജറ്റിന് മുമ്പ് വരെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിൽറ്റ് അതിൽ കിട്ടുന്ന ലാഭത്തിന് 15% നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടിരുന്നത്. പക്ഷേ പുതിയ ബഡ്ജറ്റ് പ്രകാരം ആ 15% എന്നുള്ള ടാക്സ് ഏകദേശം 20% കൂട്ടി. ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു 12 മാസമാണ്, അതായത് ഒരു വർഷമാണ് ഈ ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിന് ഉള്ളിൽ വിൽക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന ഗെയിൻ, നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 20% നിങ്ങൾ ടാക്സ് കൊടുക്കണം. ലാഭത്തിന്റെ 20% ടാക്സ് കൊടുക്കണം. ഇനി ലോങ് ടൈം ഗെയിൻ, അതായത് നിങ്ങൾ ദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ SIP ഒക്കെ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ സ്റ്റോക്കിലും SIPs ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് 10% നേരത്തെ ഈ ബഡ്ജറ്റിന് മുമ്പ്. അപ്പോൾ ഈ ബഡ്ജറ്റിന് ശേഷം അത് 12.5% മാറുകയുണ്ടായി. ഓക്കെ. ഇനി ഒരുപാട് ആളുകൾക്ക് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് SIP ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് ആളുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ വന്ന ഒരു സ്റ്റോക്കിനേക്കാളും മ്യൂച്വൽ ഫണ്ടിൽ ഒരു ടാക്സേഷനിൽ വന്നൊരു ചേഞ്ച് സാധാരണക്കാരായ നിക്ഷേപകരിൽ വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റോക്കിന്റെ പറഞ്ഞ പോലെ അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഇവരിതും ചെയ്തത്. അതായത് 12 മാസത്തിന് ഉള്ളിൽ വിൽക്കുന്ന ലാഭത്തിനെ 20% ആക്കി മാറ്റി. 15% നേരത്തെ, അതും 20% ആക്കി മാറ്റി. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു 5% ടാക്സ് അവൻ കൂടുതൽ കൊടുക്കാൻ പോവുകയാണ്. ഇത്ര കാലം ഇല്ലാത്തൊരു ടാക്സ് ആണത്. ഇനി ലോങ് ടേം, അപ്പോൾ ഈ ലോങ് ടേമിൽ പറയുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ SIP ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇത്രയും രൂപ കിട്ടും. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെയധികം പറയുന്നുണ്ട്, കോടികളുടെ കണക്കൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഒരു 2.5% കൂടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് വരുന്ന സമയത്ത് ഈ ഒരു 2.5% ടാക്സ് എക്സ്ട്രാ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 10% നിന്ന് 12% മാറി. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത്രയും കാലം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൽ നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് 1 ലക്ഷം രൂപ, ഇപ്പോൾ ഇതിൽ കാണാൻ സെലക്ട് ചെയ്യുന്നുണ്ട്, 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അത് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. 1 ലക്ഷം എന്നുള്ളത് 1.5 ലക്ഷം രൂപ വരെ ടാക്സ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് വിറ്റു, നിങ്ങൾക്ക് ആകെ കിട്ടിയ ലാഭം, അതായത് ഒരു വർഷത്തിന് ശേഷം ആകെ കിട്ടിയ ലാഭം 1,25,000 രൂപയാണെങ്കിൽ ഇനി മുതൽ അതിന് ടാക്സ് കൊടുക്കണ്ട. പക്ഷെ നേരത്തെ അത് 1 ലക്ഷമായിരുന്നു. ആ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഷോർട്ട് ടൈം 12 മാസത്തിന് മുമ്പാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഡിസ്കൗണ്ടും, അതായത് യാതൊരുവിധ റിലാക്സേഷനും ഇല്ല. നിങ്ങൾ എക്സാക്ട് 20% ടാക്സ് ഇനി മുതൽ കൊടുക്കണം. അപ്പോൾ ഇത് വളരെ വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു ചെറിയ പെർസെൻറ്റേജ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഒരു തെറ്റായൊരു ഇതാണ് വരുന്നത്. ഇനിയും ഭാവിയിലും ഇനി ഇങ്ങനെ ടാക്സ് കൂടും എന്നൊരു ചിന്ത ഇപ്പോൾ വരുന്നുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിലൊന്നും അങ്ങനെ കൈവയ്ക്കാൻ ഗവൺമെന്റ് ചെയ്യാറില്ല. അപ്പം ഒരു ലോങ് ടേം SIP ചെയ്യുന്ന സമയത്തൊക്കെ 2% മാറുക എന്ന് പറഞ്ഞാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഗോൾഡ് സിൽവർ ETF-കൾ. ഓക്കെ. അപ്പോൾ ETF-കളിൽ നേരത്തെ സ്ലാബ് റേറ്റിലായിരുന്നു ST, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നത്. അത് 20% ആക്കി മാറ്റിയിട്ടുണ്ട്.
അപ്പൊ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാണെങ്കിൽ നേരത്തെ സ്ലാബ് റേറ്റ് ആയിരുന്നു. അതായത് നിങ്ങളുടെ ഇൻകം ടാക്സ് നിങ്ങൾ 5% കൊടുക്കുന്ന ആളാണ്, 10% കൊടുക്കുന്ന ആളാണ്, 25%, 30% കൊടുക്കുന്ന ആളാണെങ്കിൽ നേരത്തെ ആ ഒരു സ്ലാബ് റേറ്റ് ആയിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടത്. അത് ഇന്ന് ഇപ്പം മാറ്റിയിട്ട് വീണ്ടും 20% എന്നുള്ള കോമൺ ആക്കി മാറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുള്ളൂ, സ്റ്റോക്സിന്റെ കേസിലായാലും ഇക്വിറ്റിയുടെ കേസിലായാലും എല്ലാം 20% ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആക്കി ഗോൾഡ്, സിൽവർ, ETF-നും ഇനി മുതൽ നിങ്ങൾ 20% ടാക്സ് കൊടുക്കണം. അപ്പൊ ഇതിൽ രണ്ട് പക്ഷം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്ലാബ് റേറ്റ്, നിങ്ങളിപ്പോൾ ഇൻകം ടാക്സ് 30% കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് ലാഭമാണ്. കാരണം 10% നിങ്ങൾക്ക് ലാഭമാണ്. സ്ലാബ് റേറ്റ് നേരത്തെ 30% ആയിരുന്നല്ലോ, നിങ്ങൾ 30% കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ. പക്ഷെ നേരെ തിരിച്ച് ചിന്തിക്കുക, നിങ്ങൾ 5% കാറ്റഗറി അല്ലെങ്കിൽ 10% സ്ലാബ് റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഇനി മുതൽ നിങ്ങൾ 20% ടാക്സ് കൊടുക്കണം. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതും നേരത്തെ സ്ലാബ് റേറ്റ് ആയിരുന്നു, ഇപ്പൊ അത് കുറച്ച് 12.5% ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പെർസ്പെക്റ്റീവിലാണ്. 30%-ത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അത് വളരെ വലിയ ചേഞ്ച് ആണ്. പക്ഷെ നിങ്ങൾ 5%, 10% ഉള്ള സ്ലാബിലുള്ള ആളാണെങ്കിൽ സ്ലാബ് റേറ്റിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. പക്ഷെ ഇനി അത് മാറ്റി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് കാണാം, സ്റ്റോക്സ് ആയാലും ഇക്വിറ്റി ആയാലും ഗോൾഡ് ആൻഡ് സിൽവർ ETF ആണെങ്കിലും എല്ലാം 12% മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതും വലിയൊരു ചേഞ്ച് ആണ്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് അടിച്ചു നോക്കുന്നത് ഫിസിക്കൽ ഗോൾഡ്. അതായത് നിങ്ങൾ കയ്യിലുള്ള സാധാരണ ഗോൾഡിന്റെ ഇതിന്റെ ഒരു വ്യത്യാസം എന്താണ് ഇനി ഈ ഒരു 2024 ബഡ്ജറ്റിൽ സാധാരണ ഗോൾഡ് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം നോക്കാം. അപ്പൊ നേരത്തെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്ലാബ് റേറ്റ് ആയിരുന്നു, ഇപ്പോഴും അത് സ്ലാബ് റേറ്റ് ആണ്. നിങ്ങൾ എത്ര ഇൻകം ടാക്സ് സ്ലാബിലാണ് വരുന്നത് ആ ഒരു സ്ലാബിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണം. ഇനി ഇതിലൊരു മെയിൻ വ്യത്യാസം, ഇതിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ കേസിലൊക്കെ 12 മാസമായിരുന്നു. അതായത് ഒരു വർഷത്തിന് താഴെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിൽ കിട്ടുന്ന ലാഭത്തിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും, ഒരു വർഷത്തിന് മുകളിലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. പക്ഷെ ഈ ഒരു ഫിസിക്കൽ ഗോൾഡിന്റെ കേസിൽ അവർ പറയുന്നത് 36 മാസമാണ്. ഓക്കെ, നേരത്തെ അത് 24 മാസമായിരുന്നു, അത് ഇനി 36 മാസമാക്കി. ഇനി ഇതിൽ അടുത്തൊരു വ്യത്യാസം വന്നത്, നേരത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20% ആയിരുന്നുവെങ്കിൽ പുതിയതിൽ അത് കുറച്ചിട്ട് 12% ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ സ്റ്റോക്സ് നമ്മൾ സംസാരിച്ചു, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സംസാരിച്ചു, ഗോൾഡ്, സിൽവർ, ETF, ഫിസിക്കൽ ഗോൾഡ്. അപ്പോൾ ആ ഒരു കേസിലൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരു അസറ്റ്സിൽ 2024 ബഡ്ജറ്റ് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിന്റെ കേസ് കൂടി നമുക്ക് നോക്കാം. റിയൽ എസ്റ്റേറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ 24 മാസമായിരുന്നു ഹോൾഡിംഗ് പീരീഡ്. അതായത് 2 വർഷമാണ് അവർ ഷോർട്ട് ടൈം, അല്ലെങ്കിൽ 2 വർഷത്തിന് മുകളിലാണ് ലോങ് ടൈം ആയിട്ട് നോക്കുന്നത്. അതിൽ ഹോൾഡിംഗ് പീരീഡിൽ ചേഞ്ച് വന്നിട്ടില്ല. നേരത്തെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സ്ലാബ് റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20% ആയിരുന്ന സാധനം ഇപ്പൊ അത് 12% ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചെറിയ ഇൻഡെക്സേഷന്റെ വ്യത്യാസത്തിനുള്ള റേറ്റിലെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ ആ ഒരു ഇൻഡെക്സേഷൻ ചേഞ്ച് കാരണം നിങ്ങൾക്ക് ടാക്സ് ഇതിൽ തോന്നുമ്പോൾ, ഒറ്റയടിക്ക് നോക്കുമ്പോൾ ടാക്സ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നും. പക്ഷേ ഇൻഡെക്സേഷന്റെ ഒരു ടാക്സ് ചേഞ്ച് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം അടുത്ത വീഡിയോയിൽ. അങ്ങനെ നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു സെയിലിൽ വരുമ്പോൾ നഷ്ടമാണ് ശരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ സംസാരിച്ചത് ലിസ്റ്റഡ് അസറ്റ്സും അൺലിസ്റ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അസറ്റ്സിലും 2024 ബഡ്ജറ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ടാക്സേഷൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP-യിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു നഷ്ടം ഇനി വരാൻ പോവുകയാണ്. കാരണം 2.5% SIP എന്ന് പറയുമ്പോൾ ലോങ് ടൈം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോങ് ടൈം SIP-കളിൽ വരുമ്പോൾ 2.5% തന്നെ എക്സ്ട്രാ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് വലിയൊരു എമൗണ്ട് തന്നെയായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.